ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നേരെ ജാക്കറ്റൊക്കെ ഇട്ട് ഒരു യാത്ര പോവുകയാണ്. വേറെ ഒന്നുമില്ല, തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടി. അപ്പം കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞ മാസം കൊണ്ട് ആഗ്രഹിക്കുകയാണ് എൻ്റെ ബൈക്കിലൊരു യാത്ര പോലെ. കഴിഞ്ഞ വർഷം ഞാൻ പോയായിരുന്നു. പോയ സമയത്ത് എനിക്ക് എൻ്റെ കൂട്ടാൻ്റെ കൂടെയാണ് പോയത്. അപ്പം അവനും ഞാനും കൂടെ ബൈക്കിൽ പോയത്. അപ്പം അവൻ്റെ ബൈക്കിലാണ് പോയത്. അന്ന് എൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയിരുന്നു. ഇപ്പം ഈ വർഷം എനിക്ക് ഈ ബൈക്കിൽ പോകണം എന്നുള്ള ആഗ്രഹം അങ്ങനെ തോന്നി, അങ്ങനെ വന്നു. അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞ മാസത്തിൻ്റെ ജനുവരി തൊട്ട് ആഗ്രഹിച്ചാണ്. അപ്പോൾ ഞാൻ ഈ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അളിയൻ പറഞ്ഞ് നടക്കൂല, നീ പോകണ്ട, ബൈക്കിലല്ലേ, ഈ ബൈക്കാണ് കംപ്ലൈൻ്റ് ആവും, മറ്റേതാണ് ജപ്പാൻ ജബറാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനത് കാര്യമാക്കിയില്ല. എന്നെ കുറേ താത്തി. കഴിഞ്ഞ വർഷം എവിടെ പോയപ്പോഴും ഇതിനൊക്കെ എന്നെ താത്തി. ഈ വർഷവും ഞാൻ പിന്നെ എടുത്തുകൊണ്ട് വന്ന്. പുള്ളിക്കാരന് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പുള്ളിക്കാരൻ ഇങ്ങനെ ആയിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യും പുള്ളി. താത്തളെ ആദ്യം പറഞ്ഞ് ഞാനും കൂടെ വരണമെന്ന് പറഞ്ഞാണ് നിന്നത്. കുറച്ച് ദിവസം കൊണ്ട് നിന്നപ്പം ഞാനും കൂടെ വരണം അങ്ങനെ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോകണില്ല, ഞാൻ ബസ്സിൽ പോകണമെന്ന് പറഞ്ഞു. എൻ്റെ ഒരു കൂട്ടാനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഒഴിവാക്കി വിട്ടതാണ്. പിന്നെ പുള്ളിക്ക് ജോലിയും കാര്യമാണ്. എൻ്റെ ജോലി വെള്ളത്തിൻ്റെ സെയിൽസ് വണ്ടിയാണ്. അപ്പം ഈ കുറച്ച് പേർക്ക് അറിയാം സെയിൽസ് വണ്ടിയിലാണ് പോകണമെന്നറിയാം. അപ്പോൾ അതാണ് പ്രശ്നമായത്. അതിൻ്റെ ഓട്ടത്തിലാണ് പുള്ളി. അപ്പോൾ അതുകൊണ്ട് പാടാം. പിന്നെ അതുകൊണ്ടാണ് പിന്നെ ഇന്ന് വണ്ടി എടുത്ത് അതാണ് വണ്ടിയും കൊണ്ട് ഇറങ്ങിയത്. രാവിലെ ഇറങ്ങിയപ്പോൾ കൊട്ടാരക്കര കഴിഞ്ഞു. അപ്പം ഇനി അങ്ങോട്ടുള്ള വിഷയത്തിൽ കാണിച്ചു തരാം. പിന്നെ ഇന്ന് പൂരം, ഈ വർഷം പൂരം അത്ര ഇല്ല. അതാണ് ഏറ്റവും മെയിൻ. പൂരം അങ്ങനെ കുറവാണ്. പൂരം സാധാ രീതി കാണാം. എൻ്റെ കൂട്ടുകാരന്മാർ അവിടെ സ്റ്റേ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങോട്ടുണ്ട് കൂട്ടുകാരന്മാരാന്ന് പറഞ്ഞപ്പോൾ അവന് പൈസ ഇല്ല. ഞാൻ തന്നെ കുറച്ച് പൈസയ്ക്കാണ് പോകുന്നത്. പൈസയുടെ കാര്യങ്ങളെല്ലാം ഉള്ള ഡീറ്റെയിൽ ഞാൻ എന്തായാലും ഈ ഗ്രൂപ്പിൽ അടുത്ത ഒരു വീഡിയോയിൽ പറഞ്ഞേക്കാം. ഓക്കെ, ഇന്ന് ഉള്ള ചിലവും കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഓക്കെ, ഇനിയുള്ള വിഷ്വൽസും കാര്യങ്ങളും എന്തോ ഇതിൽ പറഞ്ഞുതരാം. അങ്ങനെ എണ്ണ അടിച്ച് എയറും ചെക്ക് ചെയ്തപ്പോൾ വണ്ടി ഓക്കെ. കയ്യിൽ നല്ല രീതിക്ക് വഴങ്ങുന്നുണ്ട്. വഴങ്ങുന്നല്ല, എല്ലാം ഓൾറെഡിയാണ്. ഇപ്പോഴത്തെ കൂടെ ഒരു ചാട്ടം കണക്ക് വണ്ടി നല്ലൊരു ഉഷാറ് കിട്ടിയ ഫീല്. പണ്ടത്തെ ഡൗൺ കലുത്തിൽ കൂടെ ഉഷാറ് കിട്ടി. ഇപ്പോൾ പാട്ടൊക്കെ കേട്ട് പോകാൻ നല്ല സുഖമുണ്ട്. അങ്ങനെ പോയി ഫുഡ് കഴിച്ചു. ചായയും കുറച്ച് സ്നാക്സും കഴിച്ചു. അപ്പോൾ തന്നെ വയറ് വെത്ത്. ആൾറെഡി എനിക്ക് നല്ല രീതിക്ക് ഉറക്കം വരണം. എന്താണ് കാരണം എന്ന് വെച്ചാൽ എനിക്കറിയാൻ പോയ. രാത്രി നല്ല രീതിക്ക് ഉറങ്ങി. പിറ്റേ ദിവസം ഞാൻ അന്ന് ജോലിക്കും പോയി വന്ന് കിടന്ന് ഉറങ്ങി. രാവിലെ എണീച്ചാണ് ഞാൻ ആൾറെഡി വന്നത്. അപ്പം എന്താണ് കാരണം എന്ന് വെച്ചാൽ അറിയാം. നല്ല രീതിക്ക് ഉറങ്ങിയാണ് വന്നത്. ഇപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ കോട്ടയം എത്തി. കോട്ടയം കുഴപ്പമില്ല, നല്ല റോഡുമാണ്. ഹൈവേയിൽ ആലപ്പുഴ കോട്ടയം ആ റോഡാണ് കയറിയത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ ആലുവ വഴി വരാൻ പറഞ്ഞു. ആലുവയിൽ കൂടെ ടച്ച് ചെയ്ത് വരാൻ പറഞ്ഞു. അതാണ് ആലുവ വഴി. ഈ റോഡ് കുഴപ്പമില്ല. ഹൈവേക്കാലും കൂടെ റോഡ് കൊള്ളാം. രണ്ട് സൈഡ് വയലുണ്ട്. ഇപ്പോൾ ഈ റോഡ് ഫുള്ളും ഇൻ്റർലോക്കും ടാറും ആ രീതിക്കുള്ള റോഡാണിത്. പിന്നെ ഫോട്ടോയൊക്കെ വന്ന് എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇവിടെ. അടിപൊളി സ്ഥലമാണ്. ഫോട്ടോയൊക്കെ വന്ന് എടുക്കാനും സ്ഥലമാണ്. ഞാൻ കോട്ടയം ആലപ്പുഴ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ മനസ്സിലായത് ആലപ്പുഴ കഴിഞ്ഞെന്ന്. കോട്ടയം ആലപ്പുഴ ആ ഏരിയയാണ്. ഏകദേശം അത് കഴിഞ്ഞ് അങ്ങനെ കയറി വന്നപ്പോഴാണ് എൻ്റെ വണ്ടിക്ക് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ വണ്ടിക്കാണ് ഹോണില്ല. ഹോണെന്ന സാധനമേ ഇന്നതില്ല. ഹോണില്ലാതെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ വരെ പോയത്. പിന്നെ ഈ റോഡെന്ന് പറയണത് വൈക്കം വിജയലക്ഷ്മിയില്ലേ, ആ പുള്ളിക്കാരൻ ആ ഭാഗത്തുള്ള റോഡാണ്. ആ ഭാഗത്തുള്ള ആ ഏരിയയാണ് നല്ലൊരു എന്തെന്ന് പറയും, ആ സംഭവം തന്നെ പറയാൻ വായിൽ വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇത് നല്ല സെറ്റ് റോഡാണ്. സൈഡ് മരങ്ങളും ഉണ്ട്. പിന്നെ ഇത് മാത്രമല്ല, കുറച്ച് ഏരിയ എത്തുമ്പോൾ പാലം വരും. പിന്നെ കുറച്ച് ഇവിടെ എത്തുമ്പോൾ സാധാ റോഡാവും. പിന്നെ എത്തുമ്പോൾ പാലമാവും, പിന്നെ റോഡാവും. പിന്നെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്
ഇവിടുന്ന് കുറച്ച് വരുമ്പോഴത്തേന് ഞാൻ ചില ചവിട്ടി ചായ കുടിച്ചിട്ടാണ് പോയത്. കുഴപ്പമില്ല, നല്ല ആൾക്കാരാണ്, ആളുകൾ കുഴപ്പമൊന്നും. ചായ ചെറിയ ചെറിയ സ്ഥലങ്ങളും ചാർജ്, എൻ്റെ ഫോണിൽ തന്നെ ചാർജ് കുറവാണ്. ഇത് കണക്കത്തെ കൊച്ചു കൊച്ചു പാലങ്ങളും റോഡും അരുവിയൊക്കെ ഉണ്ട്. ഇവിടെ ബോട്ടിങ് സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ആലുവ കണക്കത്തെ ആലുവ റോഡ് കണക്കെ സെറ്റപ്പാണ്. ഷൂട്ടിങ് നടക്കുന്ന സ്ഥലമാണ്. കുഴപ്പമില്ല, ഇത് നല്ല രസമായിട്ട് പോകാൻ പറ്റും. പിന്നെ ഈ റോഡ് ഞാൻ ആലപ്പുഴ ടച്ച് ചെയ്താൽ പോകുന്നു. ആലപ്പുഴ ടച്ച് ചെയ്ത് പോയി ആലുവ ചെന്നിട്ട് ആലപ്പുഴ ടച്ച് ചെയ്താണ് പോയത്. ആ റോഡ് നോക്കി നോക്കി വന്നത് എനിക്ക് ഹൈവേയിൽ വന്നാണ് കിട്ടിയത്. മാപ്പൊക്കെ വന്നത്. അപ്പോൾ ഹൈവേ വന്ന് ചാടി അവിടെ നിന്ന് പിന്നെ നോക്കിയാണ് പോയത് ആലപ്പുഴ. പിന്നെ ഇത് മാത്രമല്ല, ഹോണില്ലാതെ വന്നുകൊണ്ട് ഉള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഹൈവേയിലേക്ക് വന്ന് ചാടിയ പെട്ടത് തന്നെ. പിന്നെ പായത്തിന് ഇതിൻ്റെ ഹോണിൻ്റെ ആവശ്യം വന്നില്ല, ഇതുവരെ എനിക്ക് ഹോണിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഞാൻ പിന്നെ രാവിലെ ഏകദേശം ഉച്ചയൊക്കെ ആയി. കുഴപ്പമില്ല, വെയിലടിക്കുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും. മാപ്പ് നോക്കി പോകേണ്ടത്, ഉച്ച സമയത്ത് മാപ്പ് നോക്കി പോകണത് വളരെ ഡേഞ്ചറാണ്. അപ്പം ഞാൻ പിന്നെ ഈ പാട്ടും കേട്ട് പിന്നെ ഈ മൈക്കിൻ്റെ അങ്ങനെ അമ്മച്ചിയാണ് ഈ ഗൂഗിൾ അമ്മച്ചി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇതിപ്പം പോകുന്നത് ആലുവ ഒരു അവയിന്ന് ഡൈവേഴ്സ് ചെയ്ത് അകത്തോട്ടൊക്കെ ഉള്ളിലോട്ടൊക്കെ കയറി കളഞ്ഞു. മാപ്പ് അമ്മച്ചിയല്ലേ, പല വഴിക്കും കൊണ്ടുപോകും. നോക്കിയപ്പോൾ ടിപ്പർ അങ്ങോട്ട് പോകണുണ്ട്. ചോദിച്ചപ്പോൾ ടിപ്പറുകാരൻ പറഞ്ഞ് എൻ്റെ കൂടെ എന്നാൽ മതി എന്ന് പറഞ്ഞു. ഇത് മറ്റേ പുള്ളിക്കാരൻ്റെ വണ്ടിയല്ലേ, ഇലക്ട്രിക്കിൻ്റെ ഒരു ഇൻസ്റ്റയിലൊക്കെ ഉള്ള ആ പുള്ളിക്കാരൻ്റെ വണ്ടി എനിക്ക് തോന്നി. ഞാൻ ഈ പുള്ളിക്കാരൻ്റെ കൂടെ വച്ച് പിടിക്കുകയാണ്. ഇതാകുമ്പോൾ കറക്റ്റ് ഹൈവേയിൽ പുള്ളിക്കാരൻ തന്നെ കറക്റ്റ് ആലുവയിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ആലുവയിലോട്ടാണ് പോകണമെന്ന് പറഞ്ഞ് ഈ പുള്ളിക്കാരൻ്റെ കൂടെ വച്ച് പിടിച്ചു. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ആലുവ തിരിഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അത് നോക്കിയാണ് ഞാൻ പുള്ളിക്കാരൻ്റെ കൂടെ. പുള്ളിക്കാരൻ പുറന്ന് പോക്ക്, ലോഡും വണ്ടി ഇല്ലല്ലോ, ലോഡ് ഓവറല്ലേ, പറന്ന് പോണ പോക്ക് നല്ല പോക്കാണ്. അങ്ങനെ ഏകദേശം ആലുവ എത്താറായി. ആലുവ കഴിഞ്ഞ് ഇവിടുത്തെ റോഡ് ഇങ്ങനത്തെ റോഡാണ്, എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാൻ പറ്റും. പിന്നെ ഏകദേശം കുറേ ഞങ്ങൾക്ക് ഞാൻ പിന്നെ കുറച്ച് നേരം നിന്ന് അവന്മാരെ വിളിച്ച് പറഞ്ഞ് നിന്നിട്ടൊക്കെയാണ് വന്നത്. ഇപ്പം കറക്റ്റ് ഞാൻ തൃശ്ശൂരെത്തി. അവന്മാരെ വിളിച്ച് ഇതാണ് ഫ്രണ്ടിൽ പോകുന്ന അവന്മാരെ വീട്ടിൽ പോണ വഴിയാണ്. കണ്ടോ റോഡൊക്കെ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നത്. ഈ തൃശ്ശൂർ ഇപ്പം ബൈക്കിലാദ്യം, അന്ന് രാത്രിയാണ്. എൻ്റെ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ വന്നത് രാത്രിയാണ് വന്നത്. അപ്പം അതുകൊണ്ട് അറിയാൻ വയ്യ. അപ്പം ഇവൻ്റെ വീട്ടിൽ പോയി 2-3 പയ്യന്മാരുണ്ട്. രാത്രിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ.